അല്ല, തമാശ ഇനി വെളിച്ചം കാണൂല. കാരണം അയാൾക്ക് ഇപ്പോൾ ഒരു സിക്കുകാരനാണ്, കാല് രണ്ടും അയാള് ഷുഗർ വന്ന് അയാൾ കാല് പഴുത്ത് വ്രണം പോലെ ആയെന്ന് ഭാര്യ പറയുന്നുണ്ട്. അപ്പൊ അയാൾക്ക് തന്നെ അറിയാം തൻ്റെ അവസ്ഥ മോശമാണെന്ന്. അതുകൊണ്ട് ഇനി ഒന്നും സമ്മതിക്കാനൊന്നും അയാൾ തയ്യാറാകില്ല. ഇതൊരു മിനി ധർമ്മസ്ഥല എന്നാണ് ഞാൻ പറയുന്നത്. ധർമ്മസ്ഥലയില് നൂറുകണക്കിന് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ കൊല ചെയ്യപ്പെട്ട് ക്രൂരമായി അവരെ അവരെ പീഡിപ്പിച്ച ശേഷം അതിനുശേഷമാണ് അവരെ കൊന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനല്ല. ചേർത്തല എന്ന മിനി ധർമ്മസ്ഥലയില് അവിടെ ഒരു വ്യക്തി തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിലെ ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് കരുതുന്നത്. തീർച്ചയായിട്ടും 4 പേരുടെ എല്ലും കഷ്ണം ഉണ്ടാവും. മിച്ചം വരുന്ന എല്ലും കഷ്ണം എങ്ങനെ വന്നു, 51 ശേഷമുള്ളതാണോ അതിനു മുമ്പുള്ള എല്ലും കഷ്ണങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ഇയാളെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇയാളെപ്പോലെ ഒരു ക്രിമിനലിനെ കേരളം കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1,60,00,000, 1,20,00,000, പിന്നെ ഒരു 40,00,000, 1,60,00,000 രൂപ കിടപ്പുണ്ട്. അങ്ങനെ ഒരാളെ എന്തിനാണ് ജൈനമ്മ എന്ന സ്വത്തില്ലാത്ത അല്ലെങ്കിൽ സ്വർണ്ണാഭരണം മാത്രം ഇട്ടിരിക്കുന്ന ജൈനമ്മയെ വളച്ചു കൊണ്ടുവന്ന് കൊല്ലേണ്ട ആവശ്യം എന്ത്? അവിടെയാണ് വ്യത്യസ്തമായ ഒരു മോഡസ് ഓപ്പറാണ്ടി കാണുന്നത്. ഇയാൾക്ക് കൊല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇയാൾക്ക് ബ്ലഡ് കാണണമെന്ന് എനിക്ക് തോന്നുന്നത്. ബ്ലഡ് ഇനി കുടിക്കുന്നുണ്ടോയെന്നും അറിയത്തില്ല. ചൂട് രക്തം കുടിക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ. 1-2 കേസിനകത്ത് എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതുപോലെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ 100-ലധികം പേരെ കൊന്നു കുഴിച്ചിട്ടതായുള്ള വെളിപ്പെടുത്തലും തുടർന്നുള്ള പരിശോധനകളും പുരോഗമിക്കുന്നതിനിടെ സമാനമായ വാർത്തകളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും വരുന്നത്. 2006-നും 2025-നും ഇടയിൽ ചേർത്തലയിൽ നിന്ന് കാണാതായ മധ്യവയസ്കരായ 4 സ്ത്രീകളിൽ 3 പേരുടെ തിരോധാനം വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റ്യൻ എന്നയാളിലേക്കാണ്. 2024-ൽ കാണാതായ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ, 2002 മുതൽ കാണാതായ ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, 2012-ൽ കാണാതായ ചേർത്തല വാരനാട് സ്വദേശി ഐഷ, 2020-ൽ കാണാതായ ചേർത്തല വള്ളാക്കുന്നത്ത് സ്വദേശി സിന്ധു എന്നിവരുടെ തിരോധാന കേസുകളാണ് ഇപ്പോൾ സെബാസ്റ്റ്യന് പിന്നാലെ പായുന്നത്. സ്ത്രീകളെ മാത്രമാണ് സെബാസ്റ്റ്യൻ ലക്ഷ്യമിട്ടത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്കുള്ളത് റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറാണ്. സാർ, 100 കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ശേഷം കൊന്നു കുഴിച്ചുമൂടി എന്ന് ആരോപിക്കപ്പെടുന്ന കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തെ ഓർമ്മിപ്പിക്കുന്നു ചേർത്തല പള്ളിപ്പുറം സെബാസ്റ്റ്യന്റെ വീടും പരിസരവും. 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിവരുന്ന തെരച്ചിലിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും പരിസരത്തു നിന്നുമായി മൃതശരീരത്തിന്റെ അവശിഷ്ടം, കത്തിക്കരിഞ്ഞ 20ഓളം അസ്ഥികഷ്ണങ്ങൾ, ലേഡീസ് ബാഗ്, സ്ത്രീകളുടെ വസ്ത്രാവശിഷ്ടങ്ങൾ തുടങ്ങിയവ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ധർമ്മസ്ഥലയാകുമോ എന്ന ചോദ്യം പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും ഇതൊരു മിനി ധർമ്മസ്ഥല എന്നാണ് ഞാൻ പറയുന്നത്. ധർമ്മസ്ഥലയില് 100 കണക്കിന് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ കൊല ചെയ്യപ്പെട്ട് ക്രൂരമായി അവരെ പീഡിപ്പിച്ച ശേഷം അതിനുശേഷമാണ് അവരെ കൊന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനല്ല. ചേർത്തല എന്ന മിനി ധർമ്മസ്ഥലയില് അവിടെ ഒരു വ്യക്തി തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിലെ ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് കരുതുന്നത്. അത് ധർമ്മസ്ഥല പോലെ ഇവിടെ 2.5 ഏക്കർ സ്ഥലവും ഒരു വീടും ചുറ്റിപ്പറ്റിയാണ് കൊലപാതകങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റുള്ള സ്ഥലത്ത് നിന്ന് കൊന്നിട്ട് ഇവിടെ കൊണ്ടുപോയി അത്, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കൊന്നിട്ട് മറ്റു സ്ഥലത്തേക്ക് ഡെഡ് ബോഡിയുടെ ഭാഗങ്ങൾ മാറ്റി എന്നൊക്കെ ചില വാദഗതികൾ അതിനോടൊന്നും യോജിക്കുന്നില്ല. കാരണം മാർഡറല്ല ഇവിടെ തന്നെ, അവിടെ തന്നെ അവരുടെ ശരീരാവശിഷ്ടങ്ങൾ വെട്ടിമുറിച്ച് അത് ചുട്ടരിച്ച് കളയാനും അത് അവിടുത്തെ 3 കുളങ്ങളിൽ നിക്ഷേപിക്കാനും ഒക്കെ അയാൾ ശ്രമിച്ചത് അങ്ങനെയാണ്. അത് പരിപൂർണമായി ആ മനുഷ്യൻ്റെ അസ്ഥിയും അതുപോലെ തന്നെ മജ്ജയും മാംസവും എല്ലാം നശിപ്പിച്ച് കളയുന്നത് തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ തെളിവ് എന്താണ്? തെളിവ് നിയമത്തെപ്പറ്റി നല്ല ബോധ്യമായക്കൊണ്ട്. അപ്പോൾ ഈ കൊലപാതകം 4 എണ്ണം ഇതുവരെ 4 പേരെ അവിടെ കൊന്നിട്ടുണ്ട്. അതിൻ്റെ എവിഡൻസൊക്കെ ഒരു കേസിന് സുപ്രധാനമായ എവിഡൻസുകളെല്ലാം വന്നു കഴിഞ്ഞു. കോട്ടയത്തെ ജൈനമ്മയുടെ കേസിലേക്ക്. മറ്റ് കേസുകളിലെ ഈ തെളിവുകൾ ഇനി വരണം. പക്ഷേ മറ്റ് കേസുകളുടെ അന്വേഷണം ഇവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ടു, ഇവിടെ തന്നെ അവരുടെ ശരീരാവശിഷ്ടങ്ങൾ നശിപ്പിച്ചു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. പല കാലങ്ങളിലായി 3-4 സ്ത്രീകളെ കാണാതായതിന്റെ ദുരൂഹതയ്ക്ക് നടുവിൽ സംശയമുനിയിൽ നിൽക്കുന്നയാളാണ് ഈ സെബാസ്റ്റ്യൻ.
കാണാതായ 3 സ്ത്രീകളുമായും സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് സെബാസ്റ്റ്യൻ ഇതുവരെ കുടുങ്ങാതിരുന്നത്? സെബാസ്റ്റ്യന് 2017 ബിന്ദു പത്മനാഭന്റെ കേസ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് മുമ്പ് 2006 ബിന്ദു പത്മനാഭനെ കാണാതെ പോയത്. അതിനുശേഷം ജൈനമ്മയ്ക്ക് മുമ്പ് അവിടെ മറ്റ് 2 സ്ത്രീകളും കൂടെ കൊല ചെയ്യപ്പെട്ടെന്ന് കരുതുന്നുണ്ട്, ഐഷ. അതുപോലെ തന്നെ ഐഷയും ബിന്ദു പത്മനാഭനും പിന്നെ ജൈനമ്മ 3, 4ാമതൊരാൾ അർത്തുങ്കപ്പള്ളിയിലുള്ള ഒരു സിന്ധു, അവരുടെ കാര്യം കൂടെ മിസ്സിങ് വരുന്നുണ്ട്. അവരുമായിട്ട് ഇയാൾക്ക് അടുപ്പമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പം 4 പേരും മിസ്സിങ് ആണ്. അപ്പം ഈ 4 പേരും ഇയാളുടെ വീടിൻ്റെ ആ കോമ്പൗണ്ടിനകത്ത് തന്നെ അവരെ മറവ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ഭാഗമായിട്ട് കീറി അവരെ അവിടെ തന്നെ തെളിവ് നശിപ്പിക്കുന്നതിന് ശ്രമിച്ചിരിക്കുന്നു. ചില സെഡിമെൻറ്റുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇപ്പം ഏകദേശം ആദ്യത്തെ തവണയും കഴിഞ്ഞ 28-ാം തീയതി എടുത്ത ഏകദേശം 60ഓളം അസ്ഥി കഷ്ണങ്ങളുണ്ട്. ഇപ്പം അത് 80ഓളം വരെ ആയി എന്ന് പറയുന്നുണ്ട്. 80ഓളം അസ്ഥി കഷ്ണങ്ങൾ അത് സോർട്ട് ചെയ്യേണ്ടി വരും. അത് DNA എടുത്ത് അവരുടെ 4 പേരുടെയും ബന്ധുക്കളുടെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ DNA എടുത്ത് ഈ അസ്ഥി കഷ്ണത്തിൻ്റെ DNA എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ 19ഓളം കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ അതിനകത്ത് ഈ 4 പേരുടെ കഴിച്ച് മിച്ചമുണ്ടോ എന്ന് നോക്കണം. മിച്ചമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും കൊലപാതകം അവിടെ നടന്നു എന്നാണ് വരുന്നത്. ഇപ്പോഴേ ഏകദേശം ഇയാൾ 51 വയസ്സിന് ശേഷം ഇയാൾ കൊന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. അതുകൊണ്ട് അതിനു മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ അജ്ഞാതമാണ്. അതേപ്പറ്റി ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ല. ഈ 4 കൊലപാതകത്തിൻ്റെ രീതികൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വെൽ എക്സ്പീരിയൻസ്ഡായ ഒരു കില്ലറാണ് ഇയാൾ എന്ന് മനസ്സിലാവും. സ്ത്രീകളെ വശീകരിച്ച് സ്വത്തും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുകയാണ് സെബാസ്റ്റ്യന്റെ രീതി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മാന്യനായ വ്യക്തിയായാണ് നാട്ടിൽ സെബാസ്റ്റ്യൻ അറിയപ്പെട്ടിരുന്നത്. സൗഹൃദ കൂട്ടത്തിനിടയിലും നാട്ടിലും അമ്മാവൻ എന്നായിരുന്നു ഈ സെബാസ്റ്റ്യൻ അറിയപ്പെട്ടിരുന്നത്. വസ്തുഇടപാടുകളും ഇടനിലക്കാരനുമൊക്കെയായിട്ട് സെബാസ്റ്റ്യൻ പല തൊഴിലുകളും ആ നാട്ടിൽ ചെയ്തിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇയാൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരുന്നത് എന്നാണ് നാട്ടിൽ നിന്നും ചിലർ നൽകുന്ന സൂചനകൾ. അപ്പോൾ ഈ സെബാസ്റ്റ്യൻ നടത്തിയത് ആസൂത്രിതമായ കൊലപാതകങ്ങളാണോ? ഒപ്പം തന്നെ ഇയാൾ ഒരു സീരിയൽ കില്ലറാണോ? തീർച്ചയായിട്ടും ഇയാൾ ഒരു സീരിയൽ കില്ലർ തന്നെയാണ്. കാരണം ഈ 4 പേരെയും അല്ലെങ്കിൽ 3 പേരെയും കൊന്നതിൻ്റെ കാരണം അവരുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ തന്നെ. അത് സ്വത്ത് അടിച്ചു മാറ്റിയതിന് തെളിവുകളുമുണ്ട്. കാരണം ബിന്ദു പത്മനാഭന് എടപ്പള്ളിയിൽ അവിടെ പരിസരത്തും ആലുവയിലൊക്കെ സ്വല്പ സ്ഥലങ്ങളുണ്ടായിരുന്നു. വലിയ വില കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഒരിടത്ത് 12 സെൻറ്റ് സ്ഥലമുണ്ട്. അത് വിറ്റിട്ടുണ്ട് ഇയാൾ മുഖേന. നാട്ടിലും അവിടെ ഇവിടെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇയാൾ മുഖേന വിറ്റു തീർത്തു. ആ പണം മുഴുവൻ അടിച്ചെടുത്തു. അതിനുശേഷം 2017 തന്നെ ബിന്ദു പത്മനാഭനെ അല്ലെങ്കിൽ 2006 ശേഷം FIR 2017 അതിനിടയ്ക്ക് അവരെ കൊന്ന് നശിപ്പിച്ച് അവരുടെ ബോഡി അത് കണ്ടെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇയാളുടെ കോമ്പൗണ്ടിനകത്ത് ആ കുളത്തിനടുത്ത് ഇട്ടിരിക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതിൽ നിന്ന് 3 പേരുടെയും തീർച്ചയായിട്ടും 4 പേരുടെ എല്ലും കഷ്ണങ്ങളുണ്ടാവും. മിച്ചം വരുന്ന എല്ലും കഷ്ണം എങ്ങനെ വന്നു? 51 ശേഷമുള്ളതാണോ അതിനു മുമ്പുള്ള എല്ലും കഷ്ണങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ഇയാളെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇയാളെപ്പോലെ ഒരു ക്രിമിനലിനെ കേരളം കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ 1-2 എലന്തൂരൊക്കെ 2 പേരെ കൊന്ന സംഭവമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ചിലയിടത്ത് 1-6 പേരെ ഒരേ ദിവസം ഒരേ രാത്രി ആലുവ കൂട്ടക്കൊല വെട്ടിക്കൊന്നിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ വൈദഗ്ധ്യത്തോടു കൂടി ആൾക്കാരെ വളച്ച് കൊണ്ടുവന്ന് അവരുടെ സ്വത്തും പണവും അടിച്ചെടുത്തിട്ട് അവരെ കൊല്ലുന്ന ഒരു മോഡസ് ഓപ്പറാണ്ടിയാണ് ഇയാള് ചേർത്തലെ സ്വീകരിച്ചിരിക്കുന്നത്. 7 മാസം മുൻപ് കാണാതായ ജൈനമ്മയുടെ കാര്യത്തിൽ മാത്രമാണ് ഇതുവരെ സെബാസ്റ്റ്യനെതിരെ ശക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ജൈനമ്മയുടെ കേസിൽ മാത്രമാണ് സെബാസ്റ്റ്യൻ അല്പമെങ്കിലും പോലീസിനോട് സഹകരിക്കുന്നതും.
ബാക്കി സ്ത്രീകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനിയായി ഇരുന്ന് പോലീസിനെ നോക്കി ചിരിക്കുകയാണ് സെബാസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ പോലീസിനെ മനഃപൂർവ്വം വട്ടം കറക്കുകയാണോ ഈ പ്രതി? അയാള് പോലീസിനെ കുറെ വർഷങ്ങളായിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നു. അയാൾ ഒന്നിനും ഒരു സമാധാനം പറയില്ല. അയാൾ ഇന്നസെൻ്റ് ആണ്. 51ാമത്തെ വയസ്സിലാണ് ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതിരുമ്പുഴയിൽ നിന്ന് ഏറ്റുമാനൂരുടെ അടുത്ത് ഒരു 10 വയസ്സുള്ളൊരു കുട്ടി, 4 വയസ്സുള്ളൊരു ആൺകൊച്ചു ഇയാൾക്കുണ്ട്. അയാളുടെ ഭാര്യയെ കൃത്യമായിട്ട് പറയേണ്ടത് ഇയാളെ പറ്റി അങ്ങനെ ഒരു സംശയം ഇന്നുവരെ ഇല്ല. വളരെ നല്ല മനുഷ്യൻ, സ്വാത്വികൻ, സ്നേഹമുള്ളവൻ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ ആലപ്പുഴയിലെ ഈ പള്ളിപ്പുറത്തെ ആ വീട് 2.5 ഏക്കർ സ്ഥലവും ഇയാൾക്ക് കൊല്ലാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണ് തന്നെയാണ്. അവിടെ ഈ ഭാര്യ സ്ഥിരം വന്ന് നിൽക്കുന്നില്ല. അപ്പോൾ ഇടവേളകളുണ്ട്. അവരിടയ്ക്ക് അവിടെ വന്നിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇയാള് ഈ തട്ടിയെടുത്ത ഇവരുടെ സ്വത്തുക്കൾ മുഴുവൻ അവിടെയുള്ള പല ലോക്കലായിട്ടുള്ള സൊസൈറ്റികളിൽ ആ പണങ്ങളെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട്. അവിടെ ഒരിടത്തുനിന്ന് 1 കോടി ചില്ലാനും വിഡ്രോ ചെയ്തതിൻ്റെ എവിഡൻസ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വേറൊരു ബാങ്കിൽ നിന്നും ഏകദേശം 19 ലക്ഷം വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1,60,00,000, 1,20,00,000, പിന്നെ ഒരു 40 ലക്ഷം, 1,60,00,000 രൂപ കിടപ്പുണ്ട്. അങ്ങനെ ഒരാളെ എന്തിനാണ് ജൈനമ്മ എന്ന സ്വത്തില്ലാത്ത അല്ലെങ്കിൽ സ്വർണ്ണാഭരണം മാത്രം ഇട്ടിരിക്കുന്ന ജൈനമ്മയെ വളച്ചു കൊണ്ടുവന്ന് കൊല്ലേണ്ട ആവശ്യം എന്ത്? അവിടെയാണ് വ്യത്യസ്തമായ ഒരു മോഡസ് ഓപ്പറാണ്ടി കാണുന്നത്. 3 പേരെ കൊന്നിരിക്കുന്നത് അവരുടെ സ്വത്തുക്കൾ അടിച്ചെടുക്കാനും അത് അടിച്ചെടുക്കുകയും ചെയ്ത് അവരെ കൊല്ലുകയും ചെയ്തു. ജൈനമ്മയുടെ കാര്യത്തിൽ വന്നപ്പം സ്വർണ്ണാഭരണം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അത് ഇയാൾ അടിച്ചെടുക്കുകയും ചെയ്തു, അവരെ കൊല്ലുകയും ചെയ്തു. അവരെ കൊന്നു എന്ന് പറയുന്നതിൻ്റെ അവസാനത്തിൻ്റെ കാരണം ഇവരുടെ ജൈനമ്മയുടെ അവസാനത്തെ മൊബൈൽ ഫോണ് വിളി അല്ലെങ്കിൽ ലൊക്കേഷൻ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടിലാണ്. ഇയാളുടെ ലൊക്കേഷൻ അവിടെയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ഇയാളിലേക്ക് സംശയം തൊടുത്തുവിട്ടത്. അതിനുശേഷം അന്വേഷണത്തിൽ ഇത്ര പുരോഗതി ഉണ്ടായത്. എന്തായാലും ആ ജൈനമ്മയുടെ കേസിനകത്ത് പോലീസ്, ക്രൈംബ്രാഞ്ച് കൃത്യമായ കുറേ എവിഡൻസുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇയാളെ അതിനകത്ത് തീർച്ചയായിട്ടും ഇയാളെ പൂട്ടാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇയാൾ ഒരു കേസിനും പോലീസിനോട് സഹകരിക്കുന്നില്ല, ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല, പുച്ഛിച്ച് തള്ളുകയാണ്. ജൈനമ്മയുടെ കേസിനകത്ത് അയാൾക്ക് ചില കാര്യത്തിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനൊന്നും വലിയ അഡ്മിഷനില്ല, അത് തള്ളാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാളൊരു സഹകരണം ഇതിനകത്ത് കിട്ടിയില്ല. ഇയാൾ 51 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 2006 ശേഷം ആലപ്പുഴയിലെ കാണാതെ പോയവരെ പറ്റിയുള്ള പരാതികൾ അവരുടെ വീട്ടുകാരെല്ലാം കൊടുത്തെങ്കിലും അന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാരും അത് ചെവിക്കൊണ്ടില്ല. അവരെയൊക്കെ നിശബ്ദരാക്കി ഇയാളുടെ പണമാണെന്നാണ് വരുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളുടെ വീട്ടിൽ വന്ന് 10 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് അവിടെ ആക്ഷൻ കൗൺസിലുകാർ പറയുന്നുണ്ട്. അന്നിരുന്ന ഒരു SP-യും DYSP-യും കൈക്കൂലിക്കാരായി അറിയപ്പെടുന്നവരുമാണ്. മോൻസൺ മാവുങ്കൻ്റെ അവിടെ അയാളുടെ ഒപ്പം പ്രതിയായ ഒരു DIG ഉണ്ട്. അയാളന്ന് ആലപ്പുഴ SP ആണ്. പിന്നെ അവിടുത്തെ ഒരു ലോക്കൽ ചേർത്തല DYSP ഉണ്ട്. അയാളും ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുന്നു. 2 പേരും റിട്ടയർ ചെയ്തിരിക്കുന്നു. ഈ 2 പേരെയും ഈ കേസിനകത്ത് പ്രതിയാക്കേണ്ടി വരും. കാരണം ആളെ കൊന്ന് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് അത് സപ്രസ് ചെയ്ത് അതിനകത്ത് സംശയിക്കുന്ന ഈ സെബാസ്റ്റ്യനെ അവർ വിളിച്ചു വരുത്തി അയാളിൽ നിന്ന് പണം വസൂലാക്കി എന്നാണ് വാർത്ത വരുന്നത്. അങ്ങനെയെങ്കിൽ തെളിവ് നശിപ്പിക്കാനും മർഡർ കേസ് ഒതുക്കാനും ആ പോലീസ് ഉദ്യോഗസ്ഥർ 2 പേരെയും ഈ കേസുകളെല്ലാം പ്രതിയാക്കേണ്ടി വരും. അതിനുള്ള ധൈര്യം ക്രൈംബ്രാഞ്ച് കാണിക്കണം. കാരണം അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഒരാളുടെ ജീവൻ അപകടത്തിലാണ്, ഇയാളുടെ കസ്റ്റഡിയിലാണ് എന്നറിയിച്ചിട്ടും അയാളിലേക്ക് അന്വേഷണം നീട്ടാതെ അയാളുടെ നിന്നുള്ള സാമ്പത്തിക ലാഭം കണക്കാക്കി അയാളെ വെറുതെ വിടുകയും ചെയ്തു. ഇവരെയൊക്കെ സഹായിക്കാനായിട്ട് ആലപ്പുഴയിലെ ഈ സെബാസ്റ്റ്യനെ സഹായിക്കാനോ നിത്യമായിട്ട് അയാളുടെ പുറകെ നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അയാളും ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ടെന്ന് വരുന്നു. അങ്ങനെ അയാൾ ആ വക്കീലും പ്രതിയാകേണ്ടി വരും. കാരണം അവർ ഒരു കേസ് ഡിഫെൻഡ് ചെയ്യുക എന്നല്ലാതെ ഒരു ക്രൈം നടക്കുമ്പം അതിന് സഹകരിക്കുകയോ അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുകയോ ചെയ്യുന്ന വക്കീലന്മാർ തീർച്ചയായിട്ടും അവരും പ്രതിയാവും. തെളിവ് നശിപ്പിച്ചതിന് അവർ പ്രതിയാവും. പ്രിവെൻറ്റ് ചെയ്യുന്നതിനൊക്കെ അവർ തടസ്സം നിന്നു. ഈ അറസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ തടസ്സം നിന്നുകൊണ്ടാണ് അതിനുശേഷവും ചില ആൾക്കാർ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് അവിടെയുള്ള ആലപ്പുഴ SP-യും ആലപ്പുഴ DYSP-യും ചേർത്തല SHO ആരാണ് അയാളും അവരൊക്കെ ഈ കേസിനകത്ത് പ്രതിയാകേണ്ടി വരും. പ്രതിയാക്കാനായിട്ട് ക്രൈംബ്രാഞ്ച് തയ്യാറാകണം എന്നാണ് ഞാൻ പറയുന്നത്.
സാർ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കണ്ടതാണ്. തെളിവെടുപ്പിനിടെ ഈ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുമ്പോഴും ഒരു കൂസലും ഇല്ലാതെയാണ് സെബാസ്റ്റ്യൻ നിന്നത്. മറ്റുള്ളവരോട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു പെരുമാറ്റം സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? ഒരു സീരിയൽ കില്ലറിന്റെ രീതിയാണോ ഇത്? അത് ഇയാളൊരു സ്പ്ലിറ്റിംഗ് കില്ലർ എന്നാണ് ഞാൻ പറയുന്നത്. സൈക്കിക് പേഴ്സൺ ആണ്. 51 വയസ്സിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പം 4 പേര് ചെന്നെത്തി നിൽക്കുന്നത്. എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. ഇയാൾക്ക് കൊല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇയാൾക്ക് ബ്ലഡ് കാണണമെന്ന് എനിക്ക് തോന്നുന്നത്. ബ്ലഡ് ഇനി കുടിക്കുന്നുണ്ടോ എന്നും അറിയത്തില്ല. ചൂട് രക്തം കുടിക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ. 1-2 കേസിനകത്ത് എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ഇയാളൊരു പെർഫെക്റ്റ് കില്ലറാണ്. കാരണം എവിഡൻസ് ഇല്ലാതെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രം ഇയാൾക്കറിയാം. ആ രീതിയിൽ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പുച്ഛിച്ച് അല്ല ചിരിച്ച് മറുപടി പറയുന്നത്. കാരണം ഇയാൾക്ക് ഇതേപ്പറ്റി ഒരു വിവരവും ഇല്ല. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, ഇയാളെ ചിലപ്പം കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും ഇയാൾ. പക്ഷേ ഇതിനകത്ത് ജയനമ്മയുടെ മൊബൈൽ ഫോണിലെ അവസാനത്തെ കോൾ ഇയാളിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം ജയനമ്മയുടെ ലൊക്കേഷൻ അവിടെയാണ്. അപ്പോൾ അതിൽ നിന്ന് അയാൾക്ക് ഒഴിയാൻ പറ്റില്ല. നല്ലൊരു ക്രിമിനലായിട്ട് ഇയാളുടെ ഗ്രോത്ത് അങ്ങനെയാണ്. ഇനി ഇയാളുടെ ചൈൽഡ്ഹുഡിലേക്ക് പോലീസ് പ്രവേശിക്കണം. കാരണം അതും വലിയ സംശയാസ്പദമാണ്. ചെറുപ്പം മുതലേ കൊലപാതകം ചെയ്ത്, അല്ലെങ്കിൽ മോഷണം ചെയ്ത്, അല്ലെങ്കിൽ റോബറി ഡക്കോയിറ്റി നടത്തി, അല്ലെങ്കിൽ കൊന്നു അങ്ങനെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ പ്രായമുള്ളവരെ 10, 40, 50 വയസ്സിന് ഇടയ്ക്കുള്ളവരെ വളച്ച് അവരുടെ സ്വത്തുക്കൾ അടിച്ചെടുക്കുകയും അവരെ കൊല്ലുകയും കൊന്നതിന് ശേഷം അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗങ്ങളും ഇല്ലാതെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ പ്രായവും ആരോഗ്യവും നോക്കിയാൽ ശരിക്കൊന്ന് ചോദ്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പിന്നെങ്ങനെ ഈ പോലീസുകാർ അയാളെ കൊണ്ട് സത്യം പറയിക്കും? അയാള് സത്യം പറയേണ്ട ആവശ്യമില്ല. ഒരു കേസിനകത്ത് ഒരു പ്രതി കുറ്റം സമ്മതിക്കണമെന്നില്ല. പോലീസിന് മുമ്പിൽ കുറ്റം സമ്മതിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും കോടതി സ്വീകരിക്കത്തില്ല. എക്സെപ്റ്റ് 27 എവിഡൻസ് ആക്ടിനകത്ത് വരുന്ന ഒരു ചെറിയ കാര്യം മാത്രം കോടതി സ്വീകരിക്കും. ബാക്കിയൊന്നും ഇയാൾ കുറ്റസമ്മതം മൊഴികൊണ്ടൊന്നും പ്രയോജനമില്ല. പോലീസിന്റെ ജോലി ഒരാൾ കുറ്റം സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അയാളുടെക്കെതിരായി ആ കേസുമായിട്ട് എന്തൊക്കെ എവിഡൻസ് ഉണ്ടോ അത് കണ്ടെത്തി അത് അതേപടി അത് കോടതിയിൽ എത്തിക്കുക. അതാണ് പോലീസിന്റെ ധർമ്മം. അല്ലാതെ കുറ്റസമ്മതം പോലീസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ എത്ര പ്രാവശ്യം കുറ്റം നിഷേധിച്ചാലും ഒരാളെ കൊന്നതിനുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കുമ്പോൾ അയാളിലേക്ക് അന്വേഷണം വരും. ആ രീതിയിലുള്ള തെളിവുകൾ സ്വീകരിച്ച് കോടതി കൊടുത്താൽ മതി, അയാളെ ശിക്ഷിക്കാം. സാഹചര്യ തെളിവ് മതി ഒരാളെ ശിക്ഷിക്കാനോ അല്ല വധശിക്ഷയ്ക്ക് കോടതിക്ക് വിധിക്കാനോ. ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, സാറിന്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയായിരുന്നു? ഇത് വളരെയധികം കേസിനകത്ത് കുറ്റം സമ്മതിക്കും, പക്ഷേ സത്യം പറയാത്ത കേസുകളും അല്ലെങ്കിൽ അവർ കുറ്റം സമ്മതിക്കാത്ത കേസുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കേസിനകത്ത് നമ്മൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും മറ്റേ എവിഡൻസും കൂടുതൽ കർക്കശമാക്കും. അങ്ങനെ കുറ്റം സമ്മതിക്കത്തില്ല. പക്ഷെ അതിന് കുറ്റം ചില ചോദ്യം ചെയ്യലിന് വഴങ്ങുന്നെങ്കിൽ ചില ആൾക്കാർ ചില ചോദ്യത്തിന് ഉത്തരം അതിൻ്റെ അടുത്തുകൂടെ എസ് എന്ന് പറയുന്നതിന് പകരം എസ് പറയാതെ തന്നെ അതിൻ്റെ അടുത്തുകൂടെ പോകുന്ന രീതിയിൽ അവരെ സംസാരിക്കുകയും, കാരണം ചിലതിനായി അവർക്ക് റിപ്ലൈ പറയാൻ ബുദ്ധിമുട്ടാണ്. അന്നേരം അവർക്ക് ആ ആൻസറിൽ തന്നെ ചെറിയ തപ്പും തടലും ഒക്കെ ഉണ്ടാവും. നമുക്കത് മതി. ഒരാളുടെ ആൻസർ ചെയ്യാൻ, കുറ്റം ചെയ്യാത്ത ഒരാൾക്ക് കൃത്യമായ ആൻസറിന് ഉത്തരം ഉണ്ടാവും. അത് വെരിഫൈ ചെയ്ത സത്യമായിരിക്കും. അല്ലാത്ത ആൾക്കാർ അത് വളരെ വൈദഗ്ധ്യത്തോടു കൂടി വിദഗ്ധമായ രീതിയിൽ അവരെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവർ കുറ്റം സമ്മതിക്കണമെന്നില്ല. കുറ്റം സമ്മതിക്കുന്ന രീതിയിലല്ലേ കുറ്റക്കാരനാണെന്ന രീതിയിലുള്ള എവിഡൻസ് കണ്ടെടുക്കാൻ കഴിയുള്ളൂ. ഈ കേസിനകത്തും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനകത്ത് ജയനമ്മയുടെ കേസിനകത്ത് ജയനമ്മയായിട്ട് അടുപ്പമുണ്ടെന്ന് തീർച്ചയായിട്ടും അത് ജയനമ്മയുടെ കാര്യം അതിൻ്റെ വീട്ടുകാർക്കും ഇയാളെ കണ്ട ആൾക്കാർക്കും ഇയാളും ജയനമ്മ ഒന്നിച്ചു പോകുന്നത് അവർ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സ്ഥലത്ത് വെച്ചാണ് പരിചയപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ഇയാളും പ്രാർത്ഥനയ്ക്ക് പോയി ഇങ്ങനെയുള്ളവരെ പരിചയപ്പെടാൻ ഉദ്ദേശിച്ച് തന്നെയാണ് അയാൾ പോയിരിക്കുന്നത്. ആ ജയനമ്മയായിട്ട് അടുപ്പമുണ്ടെന്നും ജയനമ്മയുടെ കയ്യിലിരുന്ന അവരുടെ രണ്ട് കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ വളകളും അവരുടെ മാലയും അവരുടെ കമ്മലും ഒക്കെ പോലീസ് ഇപ്പം കണ്ടെടുത്തിട്ടുണ്ട്. അത് ഇയാൾ കൊണ്ടുപോയി വിൽക്കുകയോ പണയപ്പെടുത്തുകയോ ചെയ്തതാണ്. അപ്പം പിന്നെ ആ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ജയനമ്മ കേസിനകത്ത് തീർച്ചയായിട്ടും നല്ല എവിഡൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇനി ജയനമ്മയുടെ അവരുടെ ആണോ എന്നറിയില്ല, ഇയാളുടെ വസതിയിൽ ചേർത്തല ഇയാളുടെ വസതിയിൽ നിന്ന് ഒരു കൊന്ത ലഭിച്ചിട്ടുണ്ട്. ആ കൊന്ത ജയനമ്മയുടെ ആകാനാണ് സാധ്യത. അവര് എപ്പോഴും വാനിറ്റി ബാഗ് കൊണ്ട് നടക്കും. അവിടുന്ന് ഒരു വാനിറ്റി ബാഗ് കുളത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരു കൊന്തയും അവിടുന്ന് അത് അവിടുത്തെ കടാവർ ഡോഗ് വന്നപ്പോഴാണ്, ഡോഗിന്റെ പ്രയത്ന ഫലമായിട്ടാണ് ഒരു കൊന്തയും കൂടെ കിട്ടിയത്. മറ്റൊന്ന്, ഇവര് ആരുടെ ഒരു വെപ്പുവല്ല് ഈ 19 എസ്തി കഷം കിട്ടിയതിൻ്റെ കൂടെ ഒരു വെപ്പുവല്ല് കിട്ടിയിട്ടുണ്ട്. ഒരു ക്ലാമ്പ് അല്ലെങ്കിൽ ഏതൊക്കെ ഇട്ട് ഒരു മുറുക്കിയ ഒരു ദന്തത്തിൽ ഒരു സെറ്റ് ദന്തമായിരുന്നെങ്കിൽ അത് ഒരെണ്ണമാണോ എന്നറിയില്ല, അത് അവിടെ ലഭിച്ചിട്ടുണ്ട്. അത് ജൈനമ്മയുടെ അല്ല. അതുകൊണ്ടാണ് അത് മറ്റൊരാളുടെ ആണെന്ന് വരുന്നത്. അത് ഐഷയുടെ ആണെന്ന് പറയുന്നുണ്ട്. അവർ പല്ല് കെട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഐഷയിലോട്ട് ആ കാര്യം എവിഡൻസ് അങ്ങോട്ട് പോകും. ഇത്രയും 19 എല്ലിനകത്ത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ DNA അനുസരിച്ച് എല്ല് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എവിഡൻസ് ആവശ്യത്തിനായി അത് ഇയാളുടെ കോമ്പൗണ്ടിലുള്ള ഇയാളുടെ കൈവശമുള്ള വീടിനകത്ത് വേറൊരു ആൾക്കാർ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കൊന്ന് ഇങ്ങനെ ചെയ്തെന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ, അങ്ങനെ ഒരു ഡിഫൻസ് എടുത്താൽ അത് വില പോവില്ല. കാരണം ഇവരുടെ എല്ലാം ഈ 3 പേര്, ആദ്യത്തെ 3 പേരുടെ സ്വത്തുക്കൾ വിറ്റ പണം ഇയാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പോഴേ ഇയാൾ കുറ്റം സമ്മതിച്ചില്ലെങ്കിലും ജയനമ്മയുടെ കേസിനകത്ത് ഒരു 90% എവിഡൻസ് ഇയാൾക്കെതിരായിട്ട് ക്രൈംബ്രാഞ്ചിന് കൊണ്ടുവരാൻ കഴിയും. അത് ഏതായാലും 1-2 ആഴ്ചയ്ക്കകം ഉണ്ടാവും. മറ്റൊന്ന്, മറ്റു കേസുകളിലേക്ക് പതുക്കെ പോലീസ് നടന്നെടുക്കുന്നുണ്ട്. അതിലേക്കും തീർച്ചയായിട്ടും എവിഡൻസ് വരും. 4 കേസും ഇപ്പം തൽക്കാലം വരും. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ കാണാതായ സ്ത്രീകളുടേത് തന്നെ ആകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും ഈ 4 പേരുടെ തന്നെ 100% അവരെ തന്നെ ആണെന്ന് DNA പ്രൂവ്ഡ് ആകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ റിസൾട്ട് വരുമ്പം ഈ 4 സ്ത്രീകളുടെ അല്ലാത്ത ആൾക്കാരുടെ എല്ലും കഷ്ണം അവിടുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇയാൾ മർഡർ ചെയ്തിരിക്കുന്നു എന്ന് ആദ്യം നിന്ന് മനസ്സിലാക്കുന്നത്. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ കാണാതായ കേസിൽ സെബാസ്റ്റ്യന്റെ മൗന പ്രതികരണം വർഷങ്ങളായി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കാണുന്നതാണ്. ഇപ്പോഴും സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിൽ എല്ലാം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. കാണാതായ 3 സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടും കേരള പോലീസ് ഒരു 65-കാരന് മുന്നിൽ പലയാവർത്തി ഇങ്ങനെ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് അയാൾ മൗനിയായിട്ടിരിക്കുന്നത് പോലീസ് തന്നിലേക്ക് വരുമെന്ന് ഒരിക്കലും അയാൾ പ്രതീക്ഷിച്ചില്ല. അതിനോട് കാരണം ഇയാൾക്ക് നേരത്തെ നുണ പരിശോധനയ്ക്ക് ഇയാളെ ഒന്ന് അയക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് വലിയ എവിഡൻഷ്യറി വാല്യൂ ഒന്നും കാണുന്നില്ല. എങ്കിലും പ്രതിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതൊരു പേടിപ്പെടുത്തുന്ന കാര്യമായിരിക്കാം. ഇയാളെ നുണ പരിശോധനയ്ക്ക് ഈ ബിന്ദു പ്രഭാകരൻ്റെ കേസും അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾക്കെല്ലാം വേണ്ടി ശ്രമിച്ചപ്പം ഇയാൾ ഹൈക്കോടതി പോയി അത് ചെയ്യാൻ പാടില്ല, താൻ ഹൃദ്രോഗിയാണ്, താൻ പേഷ്യൻ്റാണ്, തനിക്ക് ഷുഗറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്, തൻ്റെ കാലൊക്കെ പഴുത്തിരിക്കുകയാണ്, തനിക്ക് ചിലപ്പം അതിന് വിധേയമായി കഴിഞ്ഞാൽ വല്ല ഹാർട്ട് അറ്റാക്ക് വല്ലതും ഉണ്ടാവും, തൻ്റെ ജീവൻ അപകടത്തിലാവും, അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ കോടതി അത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. കാരണം നുണപരിശോധനയ്ക്ക് അയാൾ വിധേയമല്ല. അയാൾ ധരിച്ചിരിക്കുന്നത് നുണപരിശോധനയിൽ കാര്യങ്ങളെല്ലാം വെളിവാകും, സത്യം ആയ കാര്യങ്ങൾ പുറത്തേക്ക് വരും. ആ ഭയപ്പാടോടെയാണ് അയാൾ അത് നുണപരിശോധനയ്ക്ക് വിധേയമാകാതെ ഇരുന്നതിൻ്റെ കാരണം എന്ന് ഞാൻ കരുതുന്നു. സെബാസ്റ്റ്യന് ചില അസാധാരണ ക്രിമിനൽ വാസനകൾ ഉണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. ഒറ്റപ്പെട്ടതുപോലെ കഴിയുന്ന സ്ത്രീകളുമായി പരിചയം സ്ഥാപിച്ച് അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുക എന്ന രീതി ഇയാൾക്കുണ്ട് എന്ന് സംശയിക്കാവുന്ന ഒട്ടേറെ വിവരങ്ങൾ ഇതിന് അകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. കാണാതായ 3 സ്ത്രീകളുടെയും ജീവിത സാഹചര്യം നോക്കിയാൽ ഇത് കൂടുതൽ വെളിവാകുമെന്നും ചില പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അപ്പോൾ ഇയാളെ കൊണ്ട് ഇനി സത്യം പറയിപ്പിക്കാൻ എന്താണ് പോലീസിന് മുന്നിലുള്ള വഴി? ഇയാളെ കൊണ്ട് ഓരോ കേസിനും ഇയാളെ കസ്റ്റഡി വാങ്ങേണ്ടി വരും. കാരണം ഇപ്പം ജയനമ്മ കേസിലേക്കാണ് ഇയാൾ പോലീസ് കസ്റ്റഡി 8 ദിവസം നിന്നത്. അവരിനി കസ്റ്റഡി ചോദിക്കുമെന്ന് അറിയില്ല. അതേസമയത്ത് ബിന്ദു പ്രഭാകരൻ്റെ കേസ് അന്വേഷിക്കുന്നവർക്കും അതുപോലെ ഇവിടെ ഐഷയുടെ കേസ് അന്വേഷിക്കുന്നവർക്കും ഇയാളെ കസ്റ്റഡി ചോദിക്കേണ്ടി വരും. അർത്തുങ്കപ്പള്ളിയിലെ ആ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടു അവർക്കും കസ്റ്റഡി ചോദിക്കാം. അതിന് മുന്നോടിയായി ഇയാളുടെ ചുങ്കത്തറയിലുള്ള അവിടുത്തെ വീട്ടിലെ അവിടുന്ന് ലഭിച്ച എല്ലുകളുടെ
DNA സാമ്പിളിലൂടെ ഒന്ന് കൺഫേം ചെയ്ത ശേഷം മറ്റുള്ളവർ കസ്റ്റഡി വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം അതോടുകൂടി മേജർ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് കഴിയും. അവിടെ 4 പേരുടെ എല്ലും കഷ്ണം അല്ലാതെ ആരുടെയെങ്കിലും എല്ലും കഷ്ണം ഉണ്ടോ എന്നും കൂടെ കാര്യത്തിൽ വരും. അപ്പം ഇനിയും അയാൾ കേസിനകത്ത് ഉൾപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 68 വയസ്സുകാരൻ്റെ അയാൾ തീർച്ചയായിട്ടും ഈ 4 കൊലപാതകത്തിൽ നിന്ന് അയാൾ ഒത്തിരി പാഠം പഠിച്ചു. എങ്ങനെയാണ് എവിഡൻസ് നശിപ്പിക്കേണ്ട അയാൾക്ക് നല്ല നിശ്ചയമുണ്ട്. 2 ഏക്കറിലേറെ വിസ്തൃതിയുള്ള പറമ്പിലാണ് സെബാസ്റ്റ്യന്റെ ഇന്നലെ നമ്മൾ കണ്ട വീട്. നാട്ടുകാരൊന്നും അവിടേക്ക് പോകാറുമില്ല. സെബാസ്റ്റ്യൻ ഏറ്റുമാനൂരിൽ ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ പള്ളിപ്പുറത്തെ വീട്ടിൽ വരാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുമുണ്ട്. ചിലപ്പോൾ ഇയാൾക്കൊപ്പം സ്ത്രീകളും വന്നിട്ടുണ്ട് എന്ന് നാട്ടുകാരിൽ ചിലർ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അതിനുള്ള സാധ്യത, കാരണം മൃതദേഹങ്ങളായിട്ട് ഒന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല. പക്ഷേ ഓരോരുത്തരെ മനുഷ്യ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ, അസ്ഥികൾ, അതാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ കുളത്തിൽ നിന്ന് ഏതായാലും 2 സാരി കിട്ടിയിട്ടുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആരുടെ സാരിയാണത്? ജയനമ്മയുടെ സാരി എന്തായാലും അവിടെ ഉണ്ടാവും, കത്തിച്ച് കളഞ്ഞോന്ന് അറിയത്തില്ല. ഒരു സാരി ജയനമ്മയുടെ ആകാം, ഒരു സാരി പിന്നെ ആരുടെ. ആ സാരി തീർച്ചയായിട്ടും അവിടെ നേരത്തെ കൊല്ലപ്പെട്ടെന്ന് സംശയിക്കുന്ന അവരുടെ ബിന്ദു പത്മനാഭൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ആയിഷയുടെയോ സാരി ആകാം. അല്ലെങ്കിൽ മറ്റൊരു കേസ് കൂടെ ഇപ്പം പൊങ്ങി വരുന്നുണ്ട്, അവരുടെ വീട്ടുകാർക്ക് ആ സ്ത്രീയുടെ സാരിയാണോ ഇല്ലയോ എന്ന്. അപ്പം 2 സാരി അവിടെ ലഭിച്ചിട്ടുണ്ട്. ഒരു വാനിറ്റി ബാഗ് ഉണ്ട്, അത് കണ്ട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു വെപ്പ് പല്ലുണ്ട്, അത് ആരുടെയാണെന്ന് കണ്ടെത്തണം. ഒരു കൊന്തയുണ്ട്, ആ കൊന്ത ആരുടെയാണെന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് ആ കൊന്ത തീർച്ചയായിട്ടും അത് ജയനമ്മയുടെ ആകാനുള്ള സാധ്യത, ഒരു സാരി ജയനമ്മയുടെ ആകാനുള്ള സാധ്യത, വാനിറ്റി ബാഗ് ഒരെണ്ണം ജയനമ്മയുടെ ആകാനുള്ള സാധ്യത കൂടുതലാണ്. സർ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ രഹസ്യമായി കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും പുറമെ മാന്യരായിരിക്കും പൊതുവെ. സെബാസ്റ്റ്യന്റെ സ്ഥിതിയും ഇവിടെ വ്യത്യസ്തമല്ല. നല്ലവനും മാന്യനുമാണ് നാട്ടുകാരുടെയും സുഹൃത്തുക്കൾക്കുമിടയിൽ. വസ്തുയിടപാടുകളും ബ്രോക്കർ പണിയുമായിരുന്നു പുറമേ അറിയപ്പെട്ട ഈ സെബാസ്റ്റ്യന്റെ വരുമാന മാർഗങ്ങൾ. ഈ തൊഴിൽ ചെയ്യുമ്പോഴാണ് ഇയാൾ സ്ത്രീകളെ പരിചയപ്പെടുന്നതും അവരെ വശത്താക്കുന്നതും. കുടുംബക്കാരുമായി പ്രശ്നത്തിൽ കഴിയുന്നവരോ ഒറ്റയ്ക്ക് താമസിക്കുന്നവരോ ആയ സ്ത്രീകളെയാണ് സെബാസ്റ്റ്യൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇയാൾ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യമിട്ടോ? അങ്ങനെ നമ്മൾ സംശയിക്കണം. അത് തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഇപ്പം നമുക്ക് 4 പേരെ പറ്റി എത്തിക്കഴിഞ്ഞു, ഇനിയും കാണാൻ. കാരണം അത് ആ എല്ലിൽ തന്നെ ഇനി ആൾക്കാർ ഇതിനകത്ത് കൂടുതൽ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് 19 കഷ്ണം എല്ല് കിട്ടിയിട്ടുണ്ട്. ആ എല്ല് ഓരോന്ന് സോർട്ട് ചെയ്ത് ആ ഇപ്പം സംശയിക്കുന്ന 4 പേരെ സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് മിച്ചം വരുന്ന എല്ലുകൾ ആരുടെയാണെന്നുള്ള ഒരു പ്രശ്നമാണ്. അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സർ, ഈ ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ 2006 കാണാതായത്. ഈ കേസിൽ അന്വേഷണം നിലച്ചത് സെബാസ്റ്റ്യന്റെ കൂട്ടുകാരൻ ഓട്ടോ ഡ്രൈവർ മനോജിന്റെ മരണത്തോടെയാണ്. 2018 ജൂൺ 27 മനോജ് ഉൾപ്പെടെ 4 പേരെ ആലപ്പുഴ നർക്കോട്ടിക്സ് ഡിവൈഎസ്പി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചുവെങ്കിലും മൊഴിയെടുത്തില്ല. പിറ്റേന്ന് രാവിലെ ഇയാളെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ ഒരു മരണത്തിലും ദുരൂഹത സംശയിക്കണം. തീർച്ചയായിട്ടും അയാൾ ഈ കേസിനകത്ത് പ്രതിയാകേണ്ട വ്യക്തിയാണ്. കാരണം പല ആൾക്കാരെയും അവിടെ കൊണ്ടുവന്ന് വിടുന്നത് അയാളാണ്. തിരിച്ച് അവർ പോയിട്ടില്ല എന്ന് അയാൾക്കറിയാം. അപ്പം അയാൾ സ്വാഭാവികമായിട്ട് ഇയാൾ കൊലപാതകം ചെയ്തല്ലെങ്കിൽ ആ സ്ത്രീകളുടെ മരണത്തിൽ ഇയാൾ ഉത്തരവാദി എന്നറിയാം. ആ രീതിയിലോട്ട് അന്വേഷണം വരുമ്പോൾ അവിടെ കൊണ്ട് എത്തിച്ചു കൊടുത്ത ഇയാളാണ്. അറക്കാനായിട്ട് കൊല്ലാനായിട്ട് കൊണ്ട് എത്തിച്ച ഇയാളാണെന്ന് വരുന്നില്ലേ? അതുകൊണ്ടായിരിക്കണം അയാൾ ആത്മഹത്യ ചെയ്ത്, ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യ ചെയ്തത്. അല്ലെങ്കിൽ അയാൾ ഇപ്പം ഇത്ര വൈദഗ്ധ്യമായിട്ട് കൊല്ലുന്ന ഒരാൾക്ക് ഈ തനിക്കെതിരായിട്ട് സാക്ഷി പറയാൻ സാധ്യതയുള്ള ഒരാളെ കൊല്ലുന്നതിന് വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ ഭാര്യയുടെ മിസ്സായി എന്ന് ഇപ്പം വരുന്നുണ്ട് വാർത്തകൾ. അപ്പം 4 കൂടുതൽ തീർച്ചയായിട്ടും മർഡർ ഉണ്ടാവും. ഓരോ കൊലപാതകവും തന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ആ എവിഡൻസ് നശിപ്പിക്കാൻ വളരെ വൈദഗ്ധ്യത്തോടു കൂടി അതെങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്ന് നല്ല നിശ്ചയമുള്ള ആളാണ്. അപ്പം ഈ 4 കേസിനകത്ത് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇയാൾക്ക് കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട എവിഡൻസസ് അല്ലെങ്കിൽ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് മിക്കവാറും വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടാവാം. കാരണം ചെറുപ്പം മുതലേ ഇയാളുടെ ജീവിത രീതി ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. അത്
ക്രൈംബ്രാഞ്ച് തീർച്ചയായിട്ടും ഇയാൾ എങ്ങനെയാണ് വളർന്നു വന്നത്, ചെറുപ്പം മുതലേ തെറ്റായി വളർന്നു വന്നു, ഇയാളുടെ കൂടെ ഇയാൾ അടുപ്പമുള്ളവർ പലരും പറയുന്നു ചെറുപ്പം മുതലേ വലിയ കള്ളങ്ങൾ പറയുന്നു, ചെറിയ മോഷണ സ്വഭാവമുള്ള ആളാണെന്ന്. അപ്പോൾ ഒരു ഡിഫക്റ്റീവ് ചൈൽഡായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ പൂർവ്വ ചരിത്രത്തിലേക്ക് പോകണം പോലീസ്. ഇയാളെ 51 വയസ്സിന് മുമ്പിലുള്ള സമയത്ത് ഇയാളെ പ്രവൃത്തി എന്ത് ജോലി എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ജോലി ചെയ്തിരുന്നത്, ആ സമയത്ത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ഇയാളുടെ? കാരണം ഒരാൾ ഇയാളുടെ ഒരു വളരെ അടുത്ത സുഹൃത്ത് അവിടുത്തെ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നതായിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. പിന്നെ വേറൊരാള് ഇയാളുടെ ഓട്ടോക്കാർ 2 പേര് സൂയിസൈഡ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മരണവും റിലേറ്റഡ് ആണ് ഇയാളുടെ ജീവിത രീതി മുഴുവൻ, എല്ലാം മരണവുമായിട്ട് കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത്രയും വലിയൊരു ക്രിമിനല് വളരെ റയറാണ്. കാരണം ഇപ്പം തന്നെ 4 എണ്ണത്തിൻ്റെ കാര്യം നമുക്ക് വെളിവായി, 4 ആൾക്കാരെ കൊന്നത്. അതിന് കൂടുതൽ ഇയാൾ കൊന്നതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ തെളിവ് നശിപ്പിച്ച് പോലീസ് ചോദ്യം ചെയ്ത് അവരെ മുഖത്ത് നോക്കി ചിരിക്കുന്നത്. കാരണം തന്നെ ഒരു ചുക്കും ചെയ്യാനില്ല, എവിഡൻസ് ലഭിക്കത്തില്ല, അതൊക്കെ നല്ല നിശ്ചയമുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രതികരണം ഇയാളിൽ നിന്ന് വരുന്നത്. ബിന്ദു പത്മനാഭൻ തിരോധാനം കത്തിക്കയറിയ ഘട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ അട്ടിമറി നടന്നുവെന്ന് കർമ്മസമിതി മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികാരികൾക്കുമൊക്കെ നിവേദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ സെബാസ്റ്റ്യന് വർഷങ്ങൾക്ക് മുൻപേ പോലീസിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നുവെന്ന് സംശയിക്കണം. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം അവിടെ ഉണ്ടായിരുന്ന SP-യും ഒരു DYSP-യും കൈക്കൂലിക്കാരാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അവർ 8-10 ലക്ഷം രൂപ ഇയാളെ നിന്ന് അവർ സ്വീകരിച്ചെന്ന് ഇപ്പോൾ വെളിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും എവിഡൻസ് നശിപ്പിക്കാനും ഒരു കേസിൻ്റെ അന്വേഷണം വഴിതിരിച്ചാലും കൂടിയിട്ടുണ്ടെങ്കിൽ അവർ പ്രതിയാകണം. ഈ സബാഷിനൊപ്പം അവരും പ്രതിയാകണം. അതിന് ഈ സബാഷിനെ ഓരോ മർഡർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അഡ്വക്കേറ്റ് ഉണ്ടെന്ന് പറയുന്നു, അയാളും ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, അയാളെ ചോദ്യം ചെയ്യും, അയാളെയും പ്രതിയാക്കേണ്ടി വരും. അവരൊക്കെ എവിഡൻസ് നശിപ്പിക്കാനും ഒരു മർഡറിനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ആ ഒരു കേസ് അന്വേഷിക്കാതെ അവരെ പ്രതിയുടെ നിന്ന് കൈക്കൂലിയും വാങ്ങിച്ചിട്ട് അവര് ഈ കേസിലെ നീതി നടപ്പാക്കാൻ ബാധ്യതയുള്ളവർ അത് ചെയ്യാതെ പോകുന്നത് വളരെയധികം വലിയ കുറ്റകരമാണ്. ഈ പ്രതിയോടൊപ്പം അവരെയും പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ 2018-19 കാലത്ത് ബിന്ദു പത്മനാഭൻ കേസിനൊപ്പം ഐഷ തിരോധാനവും അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സെബാസ്റ്റ്യൻ കുടുങ്ങുമായിരുന്നില്ലേ? അന്ന് തന്നെ ഈ ജൈനമ്മ സംഭവം പോലും ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഇയാളെ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ കുറെ പേരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. തീർച്ചയായും ജൈനമ്മയെ പോലുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. കാരണം അതിനായാലും തയ്യാറാകില്ല. കാരണം ഐഷയുടെയും ബിന്ദു പത്മനാഭന്റെയും ആ 2 കേസ് ഏതായാലും ആ തിരോധാനം ഇയാളിൽ കൂടെയാണ് ഉണ്ടായെന്ന് ഏകദേശം എവിഡൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ അർത്തുങ്കപ്പള്ളിയിൽ അവിടെ ഒരാൾ മിസ്സായിട്ടുണ്ട്, അതും ഇയാളുടെ പേരിലാണ്, ഇയാളാണ് അതിൻ്റെ പിന്നിലെന്നും വാർത്ത വരുന്നുണ്ട്. അപ്പോൾ 3 സ്ത്രീകൾ അവിടെ തന്നെ വന്നു, ജൈനമ്മ ചേർത്തപ്പോൾ 4 സ്ത്രീകളായി. ഇനി എത്ര പേര് ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് ഇനിയുള്ള അന്വേഷണത്തിലാണ് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. സാർ, ഇനി ഈ ഒരു കേസിൽ എങ്ങനെയാണ് പഴുതടച്ചുള്ള അന്വേഷണം നടക്കേണ്ടത്? ഏവർക്കും അറിയേണ്ടത് സെബാസ്റ്റ്യൻ കുടുങ്ങുമോ എന്നാണ്. അല്ല, സെബാസ്റ്റ്യൻ ഇനി വെളിച്ചം കാണില്ല. കാരണം അയാൾക്ക് ഇപ്പോൾ ഒരു സിക്കുകാരനാണ്, കാല് രണ്ടും അയാള് ഷുഗർ വന്ന് അയാൾ കാല് പഴുത്ത് വ്രണം പോലെ ആയെന്ന് ഭാര്യ പറയുന്നുണ്ട്. അപ്പം അയാൾക്ക് തന്നെ അറിയാം തൻ്റെ അവസ്ഥ മോശമാണെന്ന്. അതുകൊണ്ട് ഇനി ഒന്നും സമ്മതിക്കാനൊന്നും അയാൾ തയ്യാറാകില്ല. പക്ഷെ ശിഷ്ടകാലം ജയിലിൽ തന്നെയായിരിക്കും ഇനി. കാരണം ആദ്യത്തെ ഈ ജൈനമ്മയുടെ കേസിനകത്ത് ധാരാളം എവിഡൻസ് വന്നു, ഇയാളിലേക്ക് ഉൾപ്പെടുത്താനുള്ള, ഇയാളെ പ്രതിയാക്കാനുള്ള ധാരാളം എവിഡൻസ് വന്നു കഴിഞ്ഞിരിക്കുന്നു അവർക്ക്. അപ്പോൾ അതൊക്കെ ഇപ്പം ഇയാൾക്ക് ഇനി മുന്നോട്ടുള്ള ലൈഫ് ഇയാൾ ജയിലിൽ തന്നെയായിരിക്കും. കാരണം ഇയാൾക്ക് മറ്റു കേസുകളുടെ അന്വേഷണ സമയത്ത് ഈ കേസ് ചാർജ് ഷീറ്റ് കൊടുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ കേസ്. കാരണം ഇയാളെ കസ്റ്റഡി വാങ്ങിച്ച ശേഷം അറസ്റ്റ് ചെയ്ത ശേഷം ഒരു 90 ദിവസത്തിനകം ജാമ്യം കൊടുക്കാതിരിക്കാൻ പോലീസിന് അറിയാം. അപ്പോൾ അതിൻ്റെ അന്വേഷണം ആ ഒരു പീരീഡിനകം കംപ്ലീറ്റ് ചെയ്ത് ഈ കേസ് ചാർജ് ഷീറ്റ് കൊടുത്ത ശേഷം ബിന്ദു പത്മനാഭൻ്റെയും അതുപോലെ മറ്റേ റിട്ടയർ ചെയ്ത ടീച്ചറുണ്ട് ഐഷ ടീച്ചറിൻ്റെയും ഇനി ഒരു കേസ് കൂടെ വരുന്നുണ്ട് അർത്തുങ്കപ്പള്ളിയിൽ. അതിൻ്റെ അന്വേഷണം മികവുറ്റ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. കാരണം എവിഡൻസൊക്കെ മിക്കവാറും ആ വീട്ടിൽ തന്നെ കിട്ടും. ഇവരെ കൊന്ന് അവിടെ വെച്ചാണ് അവരുടെ സെഡിമെന്റ് ചില എല്ലും കഷ്ണങ്ങളൊക്കെ ആ മനുഷ്യൻ്റെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഭൂമിയിൽ ഇല്ലല്ലോ. ഒരാളുടെ എല്ല് ഇങ്ങനെ ആ വീട്ടുകാരുടെ DNA വെച്ചിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മതി.
ഒരാളെ കൊലക്കേസിനകത്ത് ധാരാളം മതി, അതിനുള്ള എവിഡൻസ് മതി. ആൾക്കാർ വിചാരിക്കുന്നത് കുറ്റം സംഭവിച്ചവരും ഡെഡ് ബോഡി വേണം, അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല. ഡെഡ് ബോഡിയുടെ ചില ഭാഗങ്ങൾ കിട്ടിയാൽ മതി. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ, ബാക്കി ഭാഗം വെച്ച് ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അത് മരണത്തിലേക്ക് തന്നെ പോയി എന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവിടെ ഒരു സ്കള്ള് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ ചില ബോണ്, തൈയുടെ അല്ലെങ്കിൽ തൊടയുടെ ബോണ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചില ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇയാള് അവിടെ ഇത് ഡിഫൻസ് നാട്ടുകാർ പറയണത് ആ 3 കൊള്ളത്തിനകത്ത് ഹ്യൂമൻ ബ്ലഷ് അരിഞ്ഞാട് ഇട്ട് കഴിഞ്ഞാൽ അത് അതിനകത്തുള്ള ചില മീൻ ഇയാൾ വളർത്തുന്നത് ഹ്യൂമൻ ബ്ലഷ് അല്ലെ മനുഷ്യമാംസം തിന്നുന്ന മീനാണ് എന്നും പറയുന്നുണ്ട്. അതൊക്കെ ഇനി നോക്കേണ്ടി വരും, അവിടുന്ന് മീൻ പിടിക്കേണ്ടി വരും, പിടിച്ച് നോക്കേണ്ടി വരും. അങ്ങനെയുള്ള മീനാണോ ഇല്ല, അങ്ങനെയുള്ള മീനുകൾ നമ്മുടെ പ്രകൃതി ഇഷ്ടം പോലെ ഉണ്ട്. അത് എവിടെ നിങ്ങൾ സംഘടിപ്പിച്ച് ഇയാളിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമാനാണ് അയാൾ, അങ്ങനെയാണെങ്കിൽ തന്നെ. പിന്നെ അയാൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. കാരണം ഇതിനകത്ത് കോർപ്പസ് ഡിലിറ്റി അല്ലെങ്കിൽ മൃതദേഹം, ആ കോർപ്പസ് ഡിലിറ്റി ഇല്ല, അത് നശിപ്പിച്ചിട്ടുണ്ട്, അത് തെളിയിക്കാൻ കഴിയില്ല എന്നാണ് അയാളുടെ വിശ്വാസം. അതുകൊണ്ട് അയാൾ കൂളായിട്ടിരിക്കുന്നു, എന്ത് ചോദിച്ചാലും ചിരിച്ചോണ്ടിരിക്കും. അയാൾ പോലീസിനോട് ഇത് സഹകരിക്കേണ്ട ആവശ്യമില്ല എന്ന് അയാൾക്കറിയാം. അല്ലാതെ തന്നെ പോലീസ് അതിനെ സംബന്ധിക്കുന്ന എവിഡൻസ് കളക്ട് ചെയ്ത് ഇയാളെ ശിക്ഷിപ്പിക്കണം. ഇയാൾ ഇനി ശിഷ്ടകാലം ഇനി ഭൂമിയിലേക്ക് ഇറങ്ങരുത്, ജയിലിൽ തടന്ന് അന്ത്യമാകും, അതിന് യാതൊരു സംശയവുമില്ല. സാർ, അവസാനമായി ഒരു ചോദ്യം കൂടി. സാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ. സെബാസ്റ്റ്യന്റെ ഇപ്പോഴത്തെ ക്രൂരത കാണുമ്പോൾ ഇയാൾ ചെറുപ്പം മുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കാനുള്ള സാധ്യതയില്ലേ? ആ രീതിയിൽ ഏതെങ്കിലും തെളിയിക്കപ്പെടാത്ത കേസുകളിൽ ഇയാളെ സംശയിക്കണോ? ഒപ്പം ഇയാളുടെ മുൻകാല ചരിത്രം കൂടി അന്വേഷണ സംഘം അന്വേഷിക്കേണ്ടതല്ലേ? അതാ ഞാൻ ആദ്യം മുതലേ പറഞ്ഞ, ഇയാൾക്ക് ഇത്രയും വലിയ എക്സിക്യൂഷനായിട്ട് ഒരു മർഡർ നടത്താൻ കഴിയുന്നെങ്കിൽ വളരെ പ്ലാൻഡ് ആയിട്ട് അവരെ വളച്ചു കൊണ്ടുവന്നിട്ട് അവരെ കൊല്ലുന്നു. പിന്നെ കൊല്ലുന്ന രീതി എങ്ങനെയാണെന്ന് ഇയാൾ പറയില്ല. അത് നമുക്ക് സ്കള്ള് കിട്ടിയിട്ടുണ്ട്, മറ്റു കിട്ടിയിട്ട് അയാൾക്ക് തലക്കടിച്ചാണോ കൊല്ലുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇയാളുടെ വീട്ടിൽ ഇയാൾ കിടന്നുറങ്ങുന്നിടത്ത് പുതിയ മാർബിളൊക്കെ ഇട്ടിട്ട് ഒരു മുറിയുണ്ട്, അവിടെ ഇപ്പം പൊളിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ മറ്റു ഭാഗത്തൊക്കെ പഴയ ഓടുകൾ അല്ലെങ്കിൽ തറയോട് വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ്. അവിടെയൊക്കെ എല്ലായിടത്തും വീടിന്റെ പല ഭാഗത്തു നിന്നും ബ്ലഡ് സ്റ്റെയിൻസ്, മനുഷ്യരക്തം കണ്ടെത്തിയിട്ടുണ്ട്. ബാത്റൂമിനകത്തും മനുഷ്യരക്തം കണ്ടിട്ടുണ്ട്. വെളിയിലെ ബാത്റൂമിനകത്തും മനുഷ്യരക്തം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ എവിടെ വെച്ചാണ് ഇയാളെ കൊല്ലുന്നത്, ഇയാളുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ഏത് സന്ദർഭത്തിൽ ഇയാൾ അറ്റാക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അജ്ഞാതമായിരിക്കും. എങ്കിലും ആ ശരീരത്തിന്റെ അവശിഷ്ടം കിട്ടിയത് കൊണ്ട് എല്ലിലെ എവിടെയാണ് എല്ല് പൊട്ടിയിരിക്കുന്നത്, തലയാണെങ്കിൽ സ്കള്ള് ഒരെണ്ണം കിട്ടിയ ഒരു ഭാഗ്യം. കാരണം തലക്കടിച്ചാണോ കൊല്ലുന്നതെന്ന് അറിയില്ല. അവരൊരിക്കലും ഇയാളുമായിട്ട് സ്നേഹിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇയാളെ അടിച്ചു വീഴ്ത്തുകയാണ്. ഒരു കില്ലിങ് സ്പിരിറ്റ് ഉള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ക്രിമിനലാണ് ഇയാള്. അപ്പൊ ഇയാളുടെ പൂർവ്വചരിത്രം തീർച്ചയായിട്ടും നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ചെറുപ്പം മുതലേ അങ്ങനെ വളർന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്ത് ഏതൊക്കെ ടൈപ്പുള്ള ക്രൈമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് കണ്ടെത്തണം. ഇനി പിന്നീട് ഇപ്പൊ ഈ 4 മർഡർ നമ്മൾ വന്നപ്പോൾ അതിനു മുമ്പ് ഇയാൾ മർഡർ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ഓരോ മർഡർ ചെയ്യുമ്പോൾ അതിന്റെ അന്വേഷണം ഇയാൾക്ക് അറിയാം എങ്ങനെയാ പോകുന്നതെന്ന്. അപ്പൊ അതില് കോർപ്പസ് ഡിലിറ്റി ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അത് എപ്പോഴും ഇയാൾക്ക് അല്ലെങ്കിൽ കൊല്ലുന്നയാൾക്ക് അത് വലിയ ദൂഷ്യം ചെയ്യും കോടതി ട്രയൽ വരുമ്പോൾ. അതുകൊണ്ട് ആ എവിഡൻസ് കൂടെ നശിപ്പിക്കാൻ ഇയാളെ തീരുമാനം എടുത്തിരിക്കുന്നു 51 വയസ്സിന് ശേഷം. അതിന് മുമ്പുള്ളത് തീർച്ചയായിട്ടും ഇയാളുടെ ആ ചെറുപ്പത്തിൽ ഇയാൾ എവിടം വരെ പഠിച്ചുവെന്നും എവിടെയൊക്കെയാണ് പഠിച്ചതെന്നും ഇയാളുടെ കൂട്ടുകെട്ട് ആരായിരുന്നെന്നും കാരണം അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇയാളൊരു മോശ സ്വഭാവമുള്ള ആളാണ്, വളരെ ഫ്രോഡാണ്, വായിടത്തെ കള്ളവേ പറയുള്ളൂ. അങ്ങനെയാണ് ഇയാളുടെ ചൈൽഡ്ഹുഡ് ചെറുപ്പം പോലെ വളർന്നു വന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇയാൾക്ക് ഈ വാഹനത്തോട് വലിയ കമ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ വാഹനത്തിന്റെ മോഷണം നടത്തി ഡ്രൈവറെ കൊല്ലുന്ന ധാരാളം കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. അതിലെ മിക്കവാറും പിടിച്ചിരിക്കുന്ന കേസുകളൊക്കെ അവരെ ചെറുപ്പം പോലെ വാഹന കമ്പവും ഡ്രൈവ് ചെയ്യാനും വാഹനം ഓടിക്കാനും പുതിയ വാഹനം എടുക്കാനും ഒരു വാഹനം സ്വന്തം പണമില്ലാത്ത ചിലർക്ക് വാഹനം സ്വന്തമായിട്ട് കൈവശപ്പെടുത്താനും ഉപയോഗിക്കാനും ഒക്കെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കൊലപാതകം ധാരാളം നടത്തിയിട്ടുണ്ട്. ഇയാൾ ഏത് രീതിയിലുള്ള ക്യാരക്ടറാണെന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും കൂടുതൽ സ്ത്രീകൾ സെബാസ്റ്റ്യന്റെ ഇരയായിട്ടുണ്ടോ എന്ന് ഇനി പോലീസ് അന്വേഷിക്കേണ്ടതാണ്. ഈ ഒരു കേസിൽ എന്തായാലും സത്യം തെളിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി സർ.